ഹായ് ഹലോ, ദേവൂസ് ദ ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതും അടിപൊളിയൊരു കുക്കിംഗ് വീഡിയോ വിശേഷങ്ങളായിട്ടാണ്. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കോവയ്ക്കയും പയറും എല്ലാം കൂടെ ഇട്ട് ഒരു മെഴുക്ക് പുരട്ടി വെക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോയെ. നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്, ഒരാൾ ഉരുളക്കിഴങ്ങ് കഴിക്കുമെങ്കിൽ ഒരാൾ ക്യാരറ്റ് കഴിക്കത്തില്ല. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് രണ്ടുപേരെയും കൂടെ കഴിപ്പിക്കുന്ന രീതിയിൽ ഒരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ വെറൈറ്റി മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ പച്ചക്കറി എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ ഇതിനായിട്ട് എടുക്കുന്നത് പയർ, കോവയ്ക്ക, സവാള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റാണ് എടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് കനം കുറഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പം എന്താ നമ്മുടെ പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളോടെ ചേർക്കാനുണ്ട്. സവാള ഞാൻ ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ടില്ല, അത് ഞാൻ വേറെ സെപ്പറേറ്റാണ് അരിഞ്ഞെടുക്കുന്നത്. കൂടെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, 4-5 വെളുത്തുള്ളി ചതച്ചത്, 2-3 പച്ചമുളകും കൂടെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മൺചട്ടിയിൽ നിന്ന് വേവിച്ചെടുക്കാവേ. അതിനായിട്ടൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് ഓയിലെല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്നിത് വഴറ്റിയെടുക്കാവേ. അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് നിറം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്ത ഉണക്കമുളക് ഇട്ട് കൊടുക്കാവേ. ഉണക്കമുളകെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. വെളുത്തുള്ളി നന്നായിട്ടൊക്കെ എണ്ണയിലൊന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ഉപ്പിടാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിച്ചതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഇതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാവേ. മുളക് പൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയെ, കാരണം ഇതിലിപ്പോൾ പച്ചമുളക്, ഉണക്കമുളക്, മുളക് ചതച്ചത്, കുരുമുളക് ഇതിൻ്റെ എല്ലാ എരിവ് വരുന്നത് കൊണ്ട് വളരെ കുറച്ച് മുളക് പൊടി മാത്രം ഇട്ടാൽ മതിയേ. അപ്പോൾ അതാ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം മാറി സവാളയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ എന്താ നമ്മുടെ വെറൈറ്റി മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബായ്.